വെൽക്കം അവർ റൗസ് കിച്ചൺ. എല്ലാവർക്കും റൗസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ മാങ്ങാക്കാലമാണല്ലോ, നമുക്ക് മാങ്ങാ സാദം ഉണ്ടാക്കിയാലോ? തൈര് സാദവും പുളി സാദവും നമ്മൾ കേട്ടിട്ടുണ്ട്. മാങ്ങാ സാദം ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം വേണ്ടത് 1 കപ്പ് ചോറ്, പിന്നെ പുളിയുള്ള 2 മാങ്ങ, അത് സ്ക്രാപ്പറിലൊന്ന് ചിരകിയെടുക്കണം. അതുപോലെ പുളി കൂടുതലുള്ളതാണെങ്കിൽ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കുറയ്ക്കാം. അതുപോലെ ചോറെടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാകുമ്പോൾ അതനുസരിച്ച് മാറ്റാം. പുളി കുറച്ചുള്ളവർക്ക് 1 മാങ്ങയായാലും മതി. അങ്ങനെ ദശക്കട്ടിയുള്ള 2 മാങ്ങ എടുത്ത് നമുക്ക് സ്ക്രാപ്പറിൽ ചിരകിയെടുക്കണം. ഇനി വേണ്ടിയത് 2 സ്പൂൺ തേങ്ങ ചിരകിയത്, ഒരു 4-5 മുളക് മുറിച്ചത്, കടുക് 1 സ്പൂണ്, ഉഴുന്നുപരിപ്പ് 1 സ്പൂണ്, കടലപ്പരിപ്പ് 1 സ്പൂണ്, കായം 1 സ്പൂൺ, പിന്നെ ഉപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ടിയത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും പറയുകയാണ്, ഞങ്ങളുടെ ചാനൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക പ്ലീസ്. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കായം, തേങ്ങ, പച്ചമുളക് ഇത്രയിട്ട് വഴറ്റാം. ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് ചോറ് വെക്കണം, മാങ്ങ ചിരകി എടുക്കണം. പിന്നെ ഇതെല്ലാം കടുക് വറുത്തിട്ട് ഇളക്കി എടുക്കും. അത്രയേ ഉള്ളൂ. കടലപ്പരിപ്പ് ഉഴുന്ന് ഒന്ന് വഴറ്റി നല്ലൊരു ബ്രൗൺ നിറം ആകുന്നവരെ വഴറ്റണം. അതുപോലെ എണ്ണ ആവശ്യമുള്ളത് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. നമുക്കിതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മാങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. തേങ്ങയും ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ പുളി ആവശ്യം അനുസരിച്ച് ഇട്ടാൽ മതി. അതുപോലെ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പ് ഒന്ന് ക്രിസ്പി ആയിട്ട് തേങ്ങ ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തേങ്ങയുടെ ഇടയിൽ കിടന്ന് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും മൂത്ത് വരാൻ കുറച്ച് താമസം എടുക്കും. അതുകൊണ്ട് ആദ്യം ഉഴുന്നുപരിപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് തേങ്ങ ഇടാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ചോറിടാം. നല്ലപോലെ ഇളക്കി മിക്സ് ആയി കഴിയുമ്പോൾ ഉപ്പ് നോക്കി ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. മാങ്ങാ സാദം റെഡിയായി. നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം. രുചിയും പുളിയുമുള്ള മാങ്ങാ സാദം റെഡിയായി. സാദം സാധാരണ കഴിക്കുന്നവർക്കും പുളി ഇഷ്ടപ്പെട്ടവർക്കും നല്ലൊരു വിഭവമാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.